الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لن يهدني ربي لأكونن من القوم الضالين فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ കുറെ കൂടി സൂക്ഷ്മത പുലർത്തി ജീവിക്കാൻ ശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമായി ഉറക്കുന്ന നാളുകളിലൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നതും നമ്മളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞതും. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, അത് തന്നെയാണ് നമ്മുടെ സഹോദര സമുദായക്കാരായ രണ്ട് വിഭാഗം ആളുകൾ, ക്രൈസ്തവരും ജൂതന്മാരും അവകാശപ്പെടുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലെ ആളുകൾ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ പിൻപറ്റണം എന്ന് പറഞ്ഞ അള്ളാഹു നമ്മളോട് രണ്ട് സമുദായങ്ങൾ അതിനുശേഷം ഇവിടെ പ്രബലമായി നിലനിൽക്കേ ഇറങ്ങിയ വിശുദ്ധ ഖുർആനിൽ അവ രണ്ടിനെയും പിൻപറ്റണം എന്ന് പറഞ്ഞില്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ദീൻ ഇവിടെ നിലനിൽക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് നിങ്ങൾ പിന്തുടർന്നു പോകേണ്ടത് എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ആലോചന നല്ലതാണ്. ഇത്തിബാ എന്ന് പറയുന്ന ആ അറബി വാക്കിനെ അനുധാവനം ചെയ്യുക, അനുകരിക്കുക, പിന്തുടരുക എന്നൊക്കെ മലയാളം പറഞ്ഞാൽ നമ്മൾ പൂർവികരായ ആളുകളെ പിന്തുടരണം, ഇത്തിബാ ചെയ്യാം, സലഫുകളെ പിന്തുടരണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആ ഇത്തിബാവിന്റെ വിവക്ഷ? രണ്ട് മതങ്ങളെ ഇവിടെ ഇത്തിബാ ചെയ്യാൻ ആവശ്യപ്പെടാതെ പിന്നെയും കുറെ മുമ്പുണ്ടായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? കണ്ണും കൂട്ടി ഒരു മതത്തെയോ ഒരു ആശയത്തെയോ അനുകരിക്കണമെന്നോ പിന്തുടരണമെന്നോ അല്ല ആ വാക്കിനർത്ഥം. പിഴവുകളും വ്യതിയാനങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ അതപ്പടി പിൻപറ്റേണ്ടതില്ല. നമ്മളൊരു ടീമിനെ അനുസരിക്കുകയോ അതിൻ്റെ പിന്തുടർന്ന് ഫോളോ ചെയ്തു പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി പഠിക്കണം. എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കണം. ശരിയാണെങ്കിൽ ഫോളോ ചെയ്യാം,
അള്ളാഹുവിന്റെ കിതാബിനും തിരുസുന്നത്തിനും അനുസരിച്ചാണെങ്കിൽ ചെയ്യാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിക്കുന്ന കാലഘട്ടത്തിലും ഇപ്പോഴുമുള്ള നേരത്തെ പരാമർശിച്ച രണ്ടു കൂട്ടരും ഈ വിഷയത്തിൽ പിന്തുടരാൻ പറ്റാത്ത ആളുകളാണ്. നമ്മൾ അങ്ങനെ പിന്തുടരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ക്വാളിറ്റിയായി, സ്വഭാവ മഹിമയായി വരേണ്ടതുമുണ്ട്. അതെന്താണെന്നറിയോ? ഒന്ന് രണ്ട് കുറെ പോയിന്റുകൾ. ഒന്ന്, ഇബ്രാഹിം നബി പഠിപ്പിച്ച മതം അഥവാ അള്ളാഹുവിന്റെ മതം ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അറിഞ്ഞ് വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ട്. അതൊരു അള്ളാഹു പ്രപഞ്ചത്തിൽ കുറെ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാക്കി വെക്കുകയും അതുവഴി ഒരിക്കലും നിങ്ങൾ കാണാത്ത, കണ്ടിട്ടില്ലാത്ത, കാണാൻ സാധ്യതയില്ലാത്ത പരലോകത്ത് വെച്ച് മാത്രം വിശ്വാസികൾക്ക് കാണാൻ അവസരമുള്ള ദൈവം തമ്പുരാന് കണ്ടെത്താൻ ആവശ്യമായ കുറെ അടയാളങ്ങൾ, ആയാത്തുകൾ, ആ ആയാത്തുകളിലൂടെ നിങ്ങളുടെ ചിന്തയും ബുദ്ധിയും പോകണം. ആയത്തുകളിലേക്ക് നോക്കിയിട്ട് രാവും പകലും ഉണ്ടാകുന്നത്, കാറ്റും മഴയും ഉണ്ടാകുന്നത്, അങ്ങനെ ആകാശലോകത്തെ അത്ഭുതങ്ങൾ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പഠിക്കാൻ, അങ്ങനെ പഠിച്ചിട്ട് ആളുകളോട് ആ തെളിവുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് റബ്ബുണ്ട് എന്ന് പഠിക്കണം. ഈ പ്രബോധന പ്രക്രിയയിൽ അള്ളാഹുവിന്റെ ഈ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് അതാണ്. അങ്ങനെ വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈമാൻ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പടച്ച തമ്പുരാനെ മാത്രം ഇലാഹാക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പോവുകയും വേണം. എന്നിട്ട് ഈ പ്രപഞ്ചത്തിൽ വിശുദ്ധ ഖുർആൻ എങ്ങനെ പറയുന്നു? ലൗ കാന ഫീഹിമാ ആലിഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഇലാഹുകൾ ഈ ആകാശങ്ങൾക്കും ഭൂമിക്കും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദത, ആകാശലോകത്തുള്ള മുഴുവൻ സംഗതികളും ഭൂമിയും തകർന്നു പോയേനെ. ഉറപ്പാണ്, രണ്ടല്ലാഹു ഉണ്ടായിരുന്നെങ്കിൽ തകർന്നു പോകുമായിരുന്നു. ഇവിടെ ഞാൻ ഓതി വെച്ച ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആളുകളോട് പറയുന്ന ആ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, റബ്ബ് എന്ന വാക്ക്. ഹാദാ റബ്ബി, ഇതാണ് എൻ്റെ റബ്ബ്. ആ കാലഘട്ടത്തിലെ ആളുകൾ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, കല്ലുകൊണ്ടുണ്ടാക്കിയ പ്രതിമകളെ ആരാധിക്കുന്നവരായിരുന്നു, വിളിച്ചു തേടുന്നവരായിരുന്നു. ആ അവസ്ഥയിൽ എങ്ങനെയാണ് ആളുകൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിഴച്ചു പോകുന്നത്? എന്താണ് ആ പിഴവ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴും ആ സംഭവം അതുപോലെ തുടരുന്നതുകൊണ്ട് ഇത്തരം നാളുകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആ വാക്ക് നമ്മൾ പറയണം. ഫലമ്മാ റഅ അശംസ ബാസിയതൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ എന്ന് പറയുന്നുണ്ട്. ഫലമ്മാ അഫലത് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. നക്ഷത്രങ്ങൾ നോക്കിയപ്പം അങ്ങനെ പറഞ്ഞു, ചന്ദ്രനെ കണ്ടപ്പോഴും അങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ? ഹാദാ റബ്ബി ഐ ഹാദാ ഖാലിഖി, ആ ഖാലിഖും റബ്ബുമാണ് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ശരിക്കും അർഹതപ്പെട്ടവൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ ഒരുപാടിടങ്ങളിൽ പറഞ്ഞൊരു വാക്കുണ്ട്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള് ലയഖൂലുന്ന അല്ലാഹ്. പ്രവാചകരെ, നിങ്ങൾ ചോദിച്ചു നോക്കൂ, ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിച്ചു തേടുന്ന, ആകാശലോകത്തെ ഗ്രഹങ്ങളെ വിളിച്ചു തേടുന്ന, അതുപോലെയുള്ള മലക്കുകളെ വിളിച്ചു തേടുന്ന, ജിന്നുകളെ വിളിച്ചു തേടുന്ന, അള്ളാഹുവിന്റെ പടപ്പുകളിൽപ്പെട്ട ഒരുപാട് പടപ്പുകളെ വിളിച്ചു തേടുന്ന ആളുകളോട്, ആ ശിർക്ക് ചെയ്യുന്ന മുഴുവൻ ആളുകളോടും നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാരാണ്? ലയഖൂലുന്നല്ലാഹ്, അവരൊറ്റക്കെട്ടായി പറയും അതല്ലാഹുവാണ്. നമ്മുടെ നാട്ടിൽ നമ്മളോടൊപ്പം ജീവിക്കുന്ന ഇത്തരത്തിലുള്ള സംഗതികൾപ്പെട്ട എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും പെട്ട ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ആരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? അത് പടച്ചമ്പുരാനെന്ന് മാത്രമാണ് ഉത്തരം. പിന്നെ എവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത്? ഇവരാരും ഈ പ്രപഞ്ചത്തിന് രണ്ട് ഖാലിഖുണ്ട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഒരു ഖാലിഖ് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക വഴി മുവാഹിദാകുന്നില്ല. ഒരു റബ്ബുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ആ റബ്ബിന്റെ അർത്ഥം ഖാലിഖ് എന്ന് മാത്രമല്ല. ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ് എന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് 17 തവണ നിർബന്ധമായും, അതിനപ്പുറം എത്ര പറയാൻ കഴിയോ പറഞ്ഞോളൂ. അൽഹംദുലില്ലാഹ് റബ്ബുൽ ആലമീനാണ് സകല സ്തുതിയും എന്ന് നമ്മളോട് ഇങ്ങനെ ആവർത്തിച്ച്
അള്ളാഹ് പറയിക്കുന്നുണ്ട്. റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം പഠിച്ചേ പറ്റൂ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കൃത്യമായി പറയുന്നു, ആരും പറഞ്ഞിട്ടില്ല രണ്ട് റബ്ബ്, രണ്ട് ഖാലിഖുണ്ട് എന്ന്. രണ്ട് ഖാലിഖുണ്ട് എന്ന് പറയുന്നവരല്ല മുശ്രിക്കുകൾ. ഒരൊറ്റ ഖാലിഖേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാ. പിന്നെ പ്രശ്നം എവിടെയാണ്? അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിച്ചു. ولكنه بعد أن خلق الكون فضل تدبير بعض أموره إلى واحد أو أكثر من خيار خلقه. ആകാശഭൂമികളുടെ ഒക്കെ സൃഷ്ടിപ്പ് പൂർത്തിയായതിനു ശേഷം ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ തദ്ബീർ, അതാണ് അറബി പദം തദ്ബീർ, അതിന്റെ നിയന്ത്രണം, ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ചില കാര്യങ്ങളുടെ നിയന്ത്രണം, മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന സാധനം, തദ്ബീർ അള്ളാഹു ചിലർക്കൊക്കെ കൊടുത്തു. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട സൃഷ്ടികളിൽപ്പെട്ട ചിലർക്കൊക്കെ അങ്ങനെ കൊടുത്തു എന്നാണ്. കാരണം ഫീ നളരി ഹൗലായി ഇബാറത്തുൻ അനിൽ അൽ മലായിക ജിന്ന് വൽ കവാകിബ് വൽ അർവാഹുൽ മുഖദ്ദസ. ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. മലക്കുകൾക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ജിന്നുകൾക്ക് നൽകിയിട്ടുണ്ട്, നക്ഷത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളായ ഔലിയാക്കന്മാരുടെ അർവാഹുകൾക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നു. ഇവർക്കൊക്കെയും ആരാധനകൾ വഴിമാറിപ്പോകുന്നതിന്റെ ആദ്യ കാരണം ഇവർക്കൊക്കെയും ദുനിയാവിൽ ജീവിക്കുന്ന ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിയന്ത്രണാധികാരമുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് വഴുതിപ്പോയപ്പോഴാണ്. ആ വിശ്വാസമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലഘട്ടത്തിൽ ആകാശത്തേക്ക് നോക്കിയിട്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്ന, നക്ഷത്രങ്ങളോട്, സൂര്യനോട്, ചന്ദ്രനോടൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ആളുകൾക്കുണ്ടായിരുന്നത്. അവർ അങ്ങനെ നിയന്ത്രണാധികാരമുണ്ട് എന്ന് ഞാനും നിങ്ങളും വിശ്വസിച്ചു പോയാൽ നമ്മളും പ്രാർത്ഥിക്കും. നമ്മുടെ കാര്യങ്ങളിൽ ഭൂമിയിലെ കാര്യങ്ങളിൽ വേലിയേറ്റവും വേലിയിറക്കവും പോലെയുള്ള സംഗതികൾ, ചന്ദ്രന് സംഗതിയുണ്ട്. ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഈ മുകളിലുള്ള സംഗതികൾക്കനുസരിച്ചാണ്. അതൊന്നും നിഷേധിക്കുന്നില്ല ഇസ്ലാം. വൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് സൂചിപ്പിക്കുന്നതാണ്. വിശാലമായൊരു വിഷയമാണ്. ആ ആയത്തുകൾ തന്നെ എടുത്തിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നു ഇപ്പോഴും ആളുകൾ. ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ അധികാരങ്ങൾ ചിലർക്കൊക്കെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത ആളുകൾ അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോ പിന്നെ അവരോട് ചോദിച്ചാൽ എന്താ? എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണാധികാരം ഇന്നൊരാൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ ഷുവർ ഞാൻ അയാളോട് ചോദിക്കും. വിശ്വാസം പിഴക്കുന്നത് അവിടെയാണ് ആദ്യം. മുദബ്ബിറുൽ ആലം, ഈ ആലമിന്റെ തദ്ബീർ, ആ തദ്ബീർ അള്ളാഹുവിന്റെ മാത്രമേ ഉള്ളൂ എന്നാണ്, അള്ളാഹു റബ്ബാണ് എന്ന് വിശ്വസിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത്. ഇങ്ങനെയാണ് മുസ്ലിമീങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നത് എങ്കിൽ പിന്നീട് മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ജീവിതത്തിൽ കണ്ടുപോയ ഒരു മനുഷ്യനെ, ഏറെക്കാലമായില്ല, കണ്ടുപോയ ഒരു മനുഷ്യൻ ഈ ലോകം നിയന്ത്രിക്കുന്നു എന്നെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? വിശ്വസിക്കാൻ മനുഷ്യന് പറ്റുക? അപ്പൊ അങ്ങനെയുള്ള കുറെ സംഗതികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായി പഠിച്ചറിഞ്ഞ് പ്രപഞ്ചത്തിലെ അള്ളാഹു വെച്ച ആയത്തുകളിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്, അള്ളാഹുവിനെതിരെ നിൽക്കാനല്ല. മറ്റൊന്ന്, ഇസ്ലാം കൃത്യമായ ഇസ്ലാം മതമാണ് സ്വീകരിക്കേണ്ടത്. മാ കാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്റാനിയൻ. ഇത് രണ്ടും അവകാശവാദമാണ്. ഇവരുടെ രണ്ടുപേരുടെ ഞങ്ങളുടെ പൂർവിക പിതാവ് അബ്രഹാം പ്രവാചകനാണ്. ആ അവകാശവാദത്തെ തള്ളിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, അല്ല, നിങ്ങൾ വിശ്വസിക്കുന്നതായിരുന്നില്ല അബ്രഹാം പ്രവാചകന്റെ വിശ്വാസം, നിങ്ങൾ വിശ്വസിക്കുന്നതായിരുന്നില്ല അബ്രഹാം പ്രവാചകന്റെ വിശ്വാസം. ഇരുകൂട്ടരോടും പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഈ ത്രിയേകത്വ സിദ്ധാന്തവും ശിർക്കും സംഗതികളുമൊന്നും അള്ളാഹുവിന്റെ ആ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചതല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊക്കെ പഠിക്കേണ്ട ഒരവസ്ഥയുണ്ട് എന്ന്. അതുപോലെ തന്നെയാണ് ഈ നന്നായി അമല് ചെയ്യണം. ഈമാൻ ഉണ്ടായാൽ പോരാ. എന്തൊക്കെ ത്യാഗങ്ങളാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന്റെ ആ മഹാനായ പ്രവാചകൻ പറഞ്ഞത്. കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ചു വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ ഒരു മൂഡിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ അമൽ ചെയ്യാവൂ.
പടച്ച തമ്പുരാനെ നീ കൂലി തരണമേ. ഇതൊരു വിശ്വാസത്തിന്റെ അള്ളാഹുവിനോട് ഇങ്ങനെ കൂലി കിട്ടാൻ വേണ്ടി അമൽ ചെയ്യുന്ന ആൾ അള്ളാഹുവുമായി മനസ്സെപ്പോഴും അടുപ്പമുള്ള ആളായിരിക്കും. അയാളുടെ മനസ്സ് അള്ളാഹുവിൽ നിന്ന് തെന്നിപ്പോവുകയില്ല. അയാളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹുവോട് മാത്രമേ പറയുന്ന അവസ്ഥയുണ്ടാവുകയുള്ളൂ. ഒപ്പം നമ്മൾ എന്ത് ചെയ്യുന്നോ, ഇബ്രാഹിം നബി ഒരു ഉമ്മത്തായിരുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കാണ്. ഈ ഉമ്മത്ത് എന്ന വാക്കിന് ഇമാമുൻ ഫിൽ ഖൈർ എന്നർത്ഥം വെച്ചു പണ്ഡിതന്മാർ. എല്ലാ നല്ല കാര്യങ്ങളിലും മുമ്പിൽ നടക്കുന്ന ആളായിരുന്നു, നന്മകളുടെ ഇമാമായിരുന്നു. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ, നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിൽ, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇമാമും ഫിൽ ഖൈർ ആവാൻ നമുക്കാവണം. പറ്റിയില്ലെങ്കിൽ ആ കൂട്ടത്തിലെങ്കിലും ഉണ്ടാവണം. അപ്പോഴേ ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റുന്നവരാവുകയുള്ളൂ. ഹനീഫാവണം എന്ന് പറഞ്ഞാൽ ഹനീഫൻ മുസ്ലിമൻ. നമ്മളിങ്ങനെ നെഞ്ചത്ത് കൈവച്ച് വജ്ജഹത്തു വജ്ഹില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ എന്ന് പറയുന്നുണ്ട് എല്ലാ ദിവസവും. ഹനീഫാണ് തമ്പുരാനെ ഞാൻ, അൽ മുസ്തഖീം അൽ മുഖ്ലിസ് ദീനഹു ലില്ലാഹ് എന്നാണ് അതിനർത്ഥം. വളരെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഋജുമാനസനായി കൃത്യതയോടുകൂടി വക്രതയില്ലാതെ നേരെ ചൊവ്വേ മുമ്പോട്ട് പോകുന്നവൻ എന്നാണ് അതിനർത്ഥം. അത് പറയാൻ യോഗ്യരാണോ എന്ന് അതേ നെഞ്ചത്തുനിന്ന് കൈയെടുക്കാതെ ഞാനും നിങ്ങളും ആലോചിക്കണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഹലീമായിരുന്നു അദ്ദേഹം, ഔവ ആയിരുന്നു അദ്ദേഹം. വല്ലാത്ത ആർദ്രതയും ദയവും കാരുണ്യവും ഒക്കെയുള്ള ആളായിരുന്നു അദ്ദേഹം. മുനീബായിരുന്നു. അള്ളാഹുവിലേക്ക് എപ്പോഴും തിരിച്ചു ചെല്ലും. പടച്ചതമ്പുരാനിലേക്കാണ് എപ്പോഴും മടക്കും. മനസ്സെപ്പോഴും ഏത് വിഷയത്തിലും അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. ഖാനിത്തായിരുന്നു അദ്ദേഹം. ദീർഘനേരം നിന്ന് നമസ്കരിക്കുകയും ദീർഘമായി നമസ്കരിക്കുകയും ചെയ്യുന്ന ആളാണ് ഖാനിത്ത് എന്ന് പറയുന്നത്. ഹക്കീമായിരുന്നു അദ്ദേഹം. പറയേണ്ട സന്ദർഭത്തിൽ പറയേണ്ട പോലെ ആലോചിച്ച് ചിന്തിച്ച് വർത്തമാനം പറയുകയും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതെന്തോ അതുമാത്രം ചെയ്യേണ്ട വിധം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെയാണ് ഹക്കീം എന്ന് പറയുക. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. വകതിരിവില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുകയോ വകതിരിവില്ലാതെ പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് ഇബ്രാഹിമിന്റെ മില്ലത്തിൽ ജീവിക്കുന്ന നമ്മൾ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ ഇബ്രാഹിം മില്ലത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അത് വെറും വർത്തമാനമായി പോകരുത് എന്നാണ് ഈ സൂചിപ്പിക്കുന്നത്. വല്ലാത്ത ഉദാരതയുള്ള ആളായിരുന്നു. അള്ളാഹുവിന്റെ മലക്കുകൾ ചിലർ കയറി ചെന്നല്ലോ ആ വീട്ടിൽ. ഉടനെ ആദിത്യ മര്യാദ കാണിക്കുന്നതിന്റെ രൂപം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് നമുക്കറിയുന്ന ഒരു കഥയാണത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു പൊരിച്ച കുട്ടിയെ സെമീൻ, നല്ല മാംസമുള്ളതിനെ പൊരിച്ചിങ്ങനെ തളികയിലാക്കി വെച്ചു കൊടുക്കുന്ന ആദിത്യ മര്യാദ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന ആ രൂപത്തിൽ എല്ലാ സൽഗുണങ്ങളും ഒത്തുചേർന്നിരുന്ന ഒരു മനുഷ്യൻ അൽ ഖൽബുസ് സലീം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇന്നഹു വഇന്ന മിൻ ശീഅതിഹി ലഇബ്രാഹിം ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം. സലീമായ മനസ്സുള്ള ആളായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ ദീനിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കാൻ അത്തരം ആളുകൾക്ക് സാധിക്കും. ദീനിന് വേണ്ടി ത്യാഗം സഹിക്കാൻ നമ്മൾ ഇപ്പോഴും പുറകിലാണ്, ഞാനും നിങ്ങളും. ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ സഹിക്കുന്ന ത്യാഗവും എഫേർട്ടും മതത്തിന്റെ വിഷയത്തിൽ എത്ര ശതമാനം നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന വെറുതെ ഒരു ആലോചന നടത്താറുണ്ടോ? ഞാനും നിങ്ങളും, സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, രണ്ടു കൂട്ടരും ഇല്ല. നമുക്ക് താല്പര്യമുള്ള ഒരുപാട് ഫീൽഡുകൾ വേറെയുണ്ട്. ആ താല്പര്യമുള്ള ഫീൽഡുകളിൽ സ്വയം മോട്ടീവായി നമ്മളങ്ങനെ പെടച്ച് പണിയെടുക്കുന്നുണ്ട്. ആരും വിളിക്കാനൊന്നും കാത്തിക്കുന്നില്ല. പിന്നാലെ നടന്ന് ആരും ഉന്തേണ്ടതില്ല. സെൽഫ് മോട്ടിവേറ്റഡായി പായുകയാണ്. ആ ആളുകളോട് ചോദിക്കട്ടെ, മതത്തിന് വേണ്ടി ത്യാഗം സഹിക്കാൻ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇബ്രാഹിം മില്ലത്തിലെ യുവാക്കൾക്ക് പോലും ആവാത്തത്? ഇബ്രാഹിം ഒരു യുവാവായിരുന്നു എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട്? ഈ ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ആ അവസ്ഥ ഉണ്ടാക്കണം. എന്തുമാത്രം ത്യാഗങ്ങൾ
ആറ്റുനോറ്റുണ്ടായ ഒരു ചോരപ്പൈതലിനെയും മാതാവിനെയും മനുഷ്യരില്ലാത്ത വെള്ളമില്ലാത്ത ഒരു നാട്ടിൽ കൊണ്ടുപോയിടുന്നു. എന്തുകൊണ്ട്? അള്ള കൽപ്പിച്ചതുകൊണ്ട്. ആ മകൻ ഒന്ന് കൂടെ നടന്ന് അധ്വാനിക്കാൻ പ്രായമായപ്പോ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക്ക് എന്ന സന്ദേശമായി വീണ്ടും ആ കുട്ടിയുടെ മുഖത്ത് നോക്കാൻ വേണ്ടി രണ്ടാമത് വരുന്നു. എന്നിട്ട് ചരിച്ചു കിടത്തി അറുക്കാൻ ഒരുങ്ങുന്നു. അള്ളാഹു പറഞ്ഞതുകൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു തോന്നൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാവണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ മതം ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറെ ജോലികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാത പിന്തുടർന്നു കൊണ്ടുപോകുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. അതിൽ ഒന്ന്, അദ്ദേഹത്തിന്റെ കുടുംബത്തെയാണ് ഉപദേശിച്ചത്. ആദ്യം ആരോട്? വീട്ടിൽ ചെന്നുകൊണ്ട് ബിംബം സ്വന്തം കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കി വിറ്റ് കാശുണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു കുടുംബനാഥനോട് മുഖത്തു നോക്കിയിട്ട് ആ മകൻ പറയുകയാണ്, ആ വാഗ്വാദം വിശുദ്ധ ഖുർആൻ സുന്ദരമായി വരച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള അമ്പിയാക്കന്മാർ ഇബ്രാഹിം ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. ഇബ്രാഹിം നബിയുടെ മകന്റെ മകനും ഒക്കെ ആ ഒരു തലമുറ ഒന്നാകെ സൂചിപ്പിക്കുന്നതാണ് ആയത്ത്. അവരുടെ മക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ചു. മക്കളുണ്ടല്ലോ എനിക്കും നിങ്ങൾക്കുമൊക്കെ. എപ്പോഴെങ്കിലും നമ്മൾ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, എന്റെ പ്രിയപ്പെട്ട മകനെ, എന്റെ മോളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത് നമുക്ക് നൽകിയതാണ് ഈ മതം. തിരിച്ചു പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഈ വിശുദ്ധമായ മതത്തിലേക്ക് ജീവിച്ച് സ്വർഗത്തിലേക്ക് എത്താൻ വഴി കാണിച്ചു തരികയും സെലക്ട് ചെയ്യുകയും ചെയ്തത് പടച്ചതമ്പുരാനാണ്, എന്നെയും നിങ്ങളെയും. പ്രിയപ്പെട്ട മക്കളെ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് കേണപേക്ഷിക്കുന്ന ഒരു അവസ്ഥ വിശ്വാസികളായ അള്ളാഹുവിന് വേണ്ടി സ്വന്തം മക്കളുടെ വിഷയത്തിൽ ഇതൊരു നാവ് കൊണ്ട് എപ്പോഴെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ കിട്ടുന്നതല്ല. നിരന്തരം ശ്രദ്ധ വെക്കുകയും മതപരമായ കാര്യങ്ങൾ പഠിക്കുകയും അത് ചോർന്നു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചോർന്നു പോകുന്നുണ്ടെങ്കിൽ പരിഹാരം കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ തന്നെയാണോ നിങ്ങൾ മരിച്ചു പോവേണ്ടത് എന്ന വസിയ്യത്ത് അവസാനമായി പറഞ്ഞ് തിരിച്ചു പോവാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടാക്കി വെച്ചാലാണ് അടുത്ത തലമുറ ഈ നാട്ടിൽ മുവഹിദുകളായി ജീവിക്കുക. അതിനെ പണി നമ്മളെല്ലാവരും ചെയ്യണം. മതപരമായ വിഷയത്തിൽ ക്ലാസ്സുകളും ക്യാമ്പുകളും ഉണ്ടായാൽ അവിടെ നമ്മുടെ കുട്ടികളിൽ ഒരു ട്യൂഷൻ ഉണ്ട്. അവിടെ അങ്ങനെ ക്ലാസ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ ക്ലാസ് ഉണ്ട്. ഓരോ വെക്കേഷനും ആഴ്ചകളോളം ടൂർ പോവാൻ ഒരു ട്യൂഷനും തടസ്സമല്ല. നിങ്ങൾ ഈ ജീവിക്കുന്ന ഈ നാട്ടിലെ ഒരുപാട് ആളുകളുടെ സ്റ്റാറ്റസുകൾ ഓരോ ദിവസവും നോക്കാറില്ലേ? ആ സ്റ്റാറ്റസുകളൊക്കെ നോക്കിയാൽ അവരിപ്പോ എവിടെയെന്ന് അറിയാതിരിക്കണമെങ്കിൽ ആ സ്റ്റാറ്റസ് വെക്കലാണ് നിർത്തണം. അറിയാം നിങ്ങളൊക്കെ എവിടെയാണെന്ന്, നിങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ എനിക്ക് മനസ്സിലാവും. അതുപോലെ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലാവും. ആ സ്റ്റാറ്റസുകൾ വെച്ച് തന്നെ നമ്മൾ പറയട്ടെ ഏതൊക്കെ വിഷയത്തിലാണ് താല്പര്യം എന്നതും എവിടെയൊക്കെയാണ് നമ്മളുള്ളത് എന്നും ഏതിനൊക്കെയാണ് നിങ്ങൾ മുടക്കം പറയുന്നത് എന്നും കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇതാദ്യം വീട്ടിൽ നടക്കണം. ഭരിക്കുന്ന ഭരണാധികാരിയുടെ കിങ്കരനായ ഫാസിസ്റ്റായ ഭരണാധികാരിക്ക് മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് സംവാദം നടത്തിയിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ സംവാദം നടത്തുന്ന ആൺകുട്ടികൾ ഉണ്ടാവണം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ രാജ്യം ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിക്ക് മുമ്പിൽ ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള അനക്കങ്ങൾ ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ ഇപ്പൊ ഉണ്ടാക്കിയെടുത്തതിൽ 1-2 ആൺകുട്ടികളുടെ പേരുകൾ മാത്രമാണ് പറയാനുള്ളത്. വ്യക്തിപരമായ എന്റെ അഭിപ്രായം അതാ. 1-2 ആൺകുട്ടികളുടെ. ഒരാൾ വെയിലും മഴയും അവഗണിച്ചുകൊണ്ട് നടന്നുണ്ടാക്കുമ്പോ മറ്റൊരാൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ മനുഷ്യ മനസ്സുകളിലേക്ക് 10,000-ങ്ങളുടെ ലക്ഷങ്ങളുടെ അല്ല കോടികളുടെ മനസ്സുകളിലേക്ക് കടന്നു കയറുകയായിരുന്നു.
അത്തരം എഫേർട്ടുകളൊക്കെയും ഈ വിഷയത്തിൽ നമുക്കും എടുത്തുകൂടെ? എടുക്കാലോ. വിശാലമായി തുറന്നു കിടക്കുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്താൻ നല്ല കെൽപ്പുള്ള എത്ര ആളുകൾ ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യണം. അദ്ദേഹത്തിന്റെ ഖൗമിനെ ഉപദേശിച്ചു, ഈ കരിങ്കൽ പ്രതിമകളാണോ നിങ്ങളുടെ ഇലാഹുകൾ? മറ്റൊരിടത്ത് ചോദിച്ചു, മറ്റൊരിടത്ത് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ തന്നെയല്ലേ അത് കൊത്തിയുണ്ടാക്കുന്നത്? നിങ്ങൾക്ക് എന്താവും ആലോചിച്ചാൽ. അങ്ങനെ പല സംഗതികളും ഉണ്ടായി. എന്നിട്ട് അദ്ദേഹം പരീക്ഷ ഒരു ഗ്രൗണ്ട് ഒരുക്കിയിട്ട് നോക്കൂ, നിങ്ങൾ ഭാവിയിലേക്ക് ഉന്നം വെച്ച് അള്ളാഹു പറഞ്ഞു, നീ ഈ കഅബാലയത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ട് വിളിക്കൂ ഇബ്രാഹിം. ഇബ്രാഹിം നബി ചോദിച്ചു, ഞാനിപ്പോ വിളിച്ചിട്ട് ആരെ കേൾക്കാനാ? അത് നീ നോക്കേണ്ടതില്ല, വിളിക്കൂ, അതാണ് നിന്റെ ഉത്തരവാദിത്വം. വിളിക്കൂ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലേക്ക് വിളിക്കൂ, പ്രവർത്തിക്കൂ. നിങ്ങൾ അതിന് ഇപ്പൊ റിസൾട്ട് ഉണ്ടാവുമല്ലോ. ആര് പറഞ്ഞു നിങ്ങളോട് അങ്ങനെ നോക്കാൻ? ഖിയാമത്ത് നാൾ സൂറന്ന കാഹളത്തിന്റെ ഒച്ച കേൾക്കുന്നു നിങ്ങൾ. നിങ്ങളുടെ കയ്യിൽ ഒരു മരത്തിന്റെ ചെടിയുണ്ടെങ്കിൽ, ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടി നട്ടണീക്കാൻ സമയം കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിച്ചു ഈ ഇസ്ലാം മതം. എന്തിനാ? ഇതിപ്പോ നട്ടിട്ട് ഇവിടെ ഈ ചെടി മുളച്ച് മരമായി വരാൻ എവിടെ സമയം എന്ന് തിരിഞ്ഞെന്ന് ചോദിക്കലല്ല നിന്റെ ജോലി. ചെയ്യാൻ ഏൽപ്പിച്ച അമാനത്ത് നിർവഹിക്കലാണ് മുസൽമാന്റെ ജോലി. അതാണ് ഇബ്രാഹിം മില്ലത്തിൽ ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജോലി. അതാണ്. നമ്മൾ ആകെ കണക്കൂട്ട് എന്താ അറിയോ? നടക്കാതെ ഒരു യോഗത്തിന് പോയിരുന്നു നോക്കൂ നിങ്ങൾ, എന്താ രസം. ഏതെങ്കിലും ഒരു അജണ്ട എങ്ങനെയത് പാസ്സാക്കാതിരിക്കാൻ, നടപ്പിലാക്കാതിരിക്കാൻ എന്തുണ്ട് മാർഗം? അതായിരിക്കും ചർച്ചയിൽ വളരെ വിദഗ്ധരായ ആൾക്കാരെ അവതരിപ്പിക്കുക. എന്നിട്ട് അതങ്ങട്ട് പൊളിച്ച് പാളിസാക്കി കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങിപ്പോകും. എങ്ങനെ ഇത് നടപ്പിലാക്കാം എന്നതിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ആ മഹാനായ പ്രവാചകനോട് വിളിച്ചു പറയാൻ പറഞ്ഞു. വിളിച്ചു പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അതാ ആളുകൾ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ആർത്തിരമ്പിയെത്തുന്നു. അത് അന്ന് ചെയ്തു വെച്ച പ്രവർത്തനത്തിന്റെ ഒരു ആഹ്വാനത്തിന്റെ വെള്ളിയാണ്. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് പൂർവികരായ ആളുകൾ ചെയ്തു വെച്ച സേവനത്തിന്റെ സൽഫലമല്ലേ? വരാനിരിക്കുന്ന ഒരു ഖൗമിന് എന്തൊക്കെ ചെയ്യാൻ നമുക്കാവണം. എന്റെ സമുദായത്തിൽ നിന്ന്, എന്റെ പിന്മുറയിൽ നിന്ന് അള്ളാഹുവിന്റെ കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനെ നീ നിയോഗിച്ചയക്കണമേ എന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. എന്നിട്ട് പ്രവാചകൻ എന്ന് പറഞ്ഞു, അന ദഅവതു അബി ഇബ്രാഹിം, എന്റെ പിതാവ്, പൂർവ്വ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ആദ്യം പ്രവർത്തിക്കാം, പിന്നെ വേണം പ്രാർത്ഥിക്കാൻ. അംറു ബിൽ മഅറൂഫും നഹീ അനിൽ മുൻകറും എന്റെ ജോലിയല്ല എന്ന് ധൈര്യസമേതം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? അതെന്നെ അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല എന്ന് ധൈര്യമായി നിങ്ങൾക്ക് ആർക്ക് പറയാൻ കഴിയും? ആർക്കും പറയാൻ കഴിയില്ല. അംറു ബിൽ മഅറൂഫും നഹീ അനിൽ മുൻകറും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹു അല്ലാത്ത മറ്റാരെയും ആരാധിക്കരുത് എന്ന ഒരു വിധാനത്തിലേക്ക്, എന്ന ഒരു ആശയത്തിലേക്ക് ആളുകളെ നീക്കി നിർത്തുന്നതിന്റെ പേരാണ് ആത്യന്തികമായി. അങ്ങനെയുള്ള ഒരവസ്ഥ ആ ആളുകളെ മുൻകറാത്തുകളായ ആളുകൾ വെടിഞ്ഞതുകൊണ്ട് വെടിയുകയുള്ളൂ. നാട്ടിലെ സാംസ്കാരിക ജീർണതയിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണമെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് ആദ്യം മനസ്സ് മാറണം. പടച്ചവനെ പേടിയുള്ള തവക്കുലായി ജീവിക്കുന്ന ഒരാളുകൾ ഉണ്ടാവണം. അവർക്ക് മാത്രമേ മനസ്സുകളിൽ നിന്ന് ഈ ബിംബങ്ങളെ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടുന്ന ബിംബങ്ങളെ തച്ചുടക്കാനാവൂ. അങ്ങനെയുള്ള അവസ്ഥയുണ്ടാവണം.
അവർ ഷിർക്കിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന് മോചിതരായി മാറണം. ഈ പണിയൊന്നും എന്റേതല്ല. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ, മതപരമായ ജോലി എന്ന് പറഞ്ഞാൽ എന്റെ വൈയക്തികമായ നമസ്കാരങ്ങളും ഇതുപോലെയുള്ള ജുമകളും അതുപോലെയുള്ള സംഗതികളും ഒക്കെയാണ് എന്ന് വിചാരിച്ചു പോകരുത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മറ്റുള്ളവർക്ക് നസീഹത്തോടു കൂടി ജീവിക്കാനാവണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ അൽ ഇനായത്തു ബി അംനിന്നാസ് വ അർസാഖിഹിം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ ഒരു സംഗതിയുണ്ട്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ. ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോ നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ ബോർഡുകളാക്കി സൗദി അറേബ്യയുടെ ഭരണകൂടം അത് എഴുതി വെച്ചിട്ടുണ്ടാവും. എഴുതി വെച്ചത് അതൊരു പ്രാർത്ഥനയാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രവാചകന്റെ പ്രാർത്ഥന, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. പടച്ചവനെ, ഈ നാടിനെ അമ്നുള്ള നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണമേ. മുവഹിദുകളായ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അവനവന്റെ നാട് അമ്നുള്ളതാക്കി നിലനിർത്തുക എന്നത്. നിർഭയത്വമുള്ള, ജീവിക്കാൻ നല്ല സുഖമുള്ള, എല്ലാവരും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു മണ്ണാക്കി മാറ്റുക എന്നത്. അവിടെ മറ്റൊരു വരി കൂടിയുണ്ട്, വർസുഖ് അഹ്ലഹു മിനസ്സമറാത്ത്. വിഭവങ്ങൾ ഉണ്ടാവണം, ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ നന്നായി ഉണ്ടാവണം. അതെല്ലാവർക്കും ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചപ്പം മൻ ആമന മിൻഹും എന്ന് തെറ്റിച്ചു പറഞ്ഞുപോയി, വിശ്വാസികളായ ആളുകൾക്ക് എന്ന്. പടച്ചോൻ പറഞ്ഞു ഖാൽ വമൻ കഫറ. ഇബ്രാഹിം അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഒരു നാടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ നാട്ടിലെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല കൈ ഉയർത്തേണ്ടത്, ആ നാട്ടിലെ മൊത്തം ആളുകൾക്ക് വേണ്ടിയാണ്. ഒരു നാടിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോ ആ നാട്ടിലെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല സുരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കേണ്ടത്, മുഴുവൻ ആളുകൾക്കും വേണ്ടിയാണ്. ഒരു നാടിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോ ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടത്. ഒരു നാട്ടിലെ ഉപജീവനത്തിന്റെ സംഗതികൾക്കും അതുപോലെയുള്ള സംഗതികൾക്കും സൗകര്യങ്ങൾ ഒരുക്കാനൊക്കെ വേണ്ടിയാണെങ്കിൽ, എന്തിനു വേണ്ടിയാണെങ്കിലും അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. ഇതൊക്കെയാണ് ഇബ്രാഹിം മില്ലത്തിനെ അനുധാവനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وصحبه أجمعين. أما بعد أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദീൻ നന്നായി പഠിച്ചറിയുകയും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയും അള്ളാഹുവിനെ മാത്രം ഇബാദത്തുകൾ അർപ്പിക്കുകയും മുദബ്ബിറുൽ ആലം അള്ളാഹ് മാത്രമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് നല്ല മുവഹിദുകളായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചെന്ന ചില ആയത്തുകൾ ഇങ്ങനെയാണ്, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിലേക്ക് എന്നെ വഴി നടത്തിയത് അള്ളാഹുവാണ്. നമ്മളത് ഓതുമ്പോൾ നമ്മൾ അർത്ഥം വെക്കുക, സിറാത്തുൽ മുസ്തഖീമിലേക്ക് എന്നെ വഴി നടത്തിയത് എൻ്റെ തമ്പുരാനാണ്, എൻ്റെ റബ്ബാണ്. ഈ റബ്ബിന് നിങ്ങൾ ഈ സംസാരത്തിന്റെ ആദ്യത്തിൽ കേട്ട അർത്ഥം വെക്കണം എപ്പോഴും. എൻ്റെ റബ്ബാണ്, ആ റബ്ബാണ് എന്നെ വഴി നടത്തിയത്. ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫ. ഹനീഫായ ഇബ്രാഹിം മില്ലത്തിലേക്ക് വഴി നടത്തിയത്. ഈ പറഞ്ഞതൊക്കെയാണ് ഇബ്രാഹിം മില്ലത്ത്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വമാ കാന മിനൽ മുശ്രിക്കീൻ. ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് സംഭവിച്ചു പോകാത്ത ആളായിരുന്നു അദ്ദേഹം. ഒരു അഡ്ജസ്റ്റ്മെന്റും ആ സംഗതിയിൽ ഇല്ലാത്ത. അതുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കണം, പ്രവാചകരെ നിങ്ങൾ പ്രഖ്യാപിക്കണം, വിശ്വാസികളെ നമ്മൾ പ്രഖ്യാപിക്കണം, ഇന്ന സ്വലാത്തി വ നുസുകി വ മഹിയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വ അന അവ്വലുൽ മുസ്ലിമീൻ എന്ന് നമ്മൾ പറയണം എന്ന് അല്ലാഹുവിന്റെ മതം പറയുന്നു. എന്നിട്ട്
ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിം ലല്ലദി തബഊഹു വഹാദ നബിയ്യ വല്ലദീന ആമനൂ എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇന്ന ഔലൻ നാസി ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ആളുകളൊക്കെ പുറത്തുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ അവകാശികൾ എന്ന് പറഞ്ഞാൽ ലില്ലദീന തബഊഹു വഹാദ നബിയ്യ, ഈ പ്രവാചകനും വല്ലദീന ആമനൂ, ഈ പ്രവാചകനിൽ വിശ്വസിച്ച ആളുകളും ആണ്. ആ കൂട്ടരിലാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ക്വാളിറ്റീസ് ആണ് എന്റെയും നിങ്ങളുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവേണ്ടത് എന്നാണ് ഓർത്തുന്നത്. ഇബ്രാഹിം ഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ ഉളിയ്യത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ നെയ്യത്ത് വെച്ച ആളുകൾ, അതിനു വേണ്ടി ഷെയർ കൊടുത്തവർ അല്ലെങ്കിൽ ഉരുവിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ അതിന്റെ മര്യാദകൾ ദുൽഹജ്ജ് മാസം 1 മുതൽ അഥവാ നാളെ മുതൽ പാലിച്ചു തുടങ്ങണം. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നാളെ ദുൽഹജ്ജ് മാസം 1 ആവുകയാണ്. അപ്പം അതിനനുസരിച്ചുള്ള നീക്കുപോക്കുകളൊക്കെ അതിനനുസരിച്ച് ഉണ്ടാവണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ നമ്മളുടെ പള്ളിക്ക് വേണ്ടിയുള്ള കലക്ഷനാണ് എടുക്കുന്നത്. അതിന് എല്ലാവരും അത് അർത്ഥത്തിൽ നന്നായി സംഭാവന ചെയ്യണം എന്നോർക്കുന്നു. മറ്റന്നാൾ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നമ്മളുടെ മദ്രസയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് MGMലെ സ്റ്റുഡൻസ് വിങ് ആണ് നടത്തുന്നത്. MGM കമ്മിറ്റിയും സ്റ്റുഡൻസ് വിങ്ങും കൂടെ, അഥവാ വിദ്യാർത്ഥിനികളായ ക്യാമ്പസുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടി പുതിയതായി ചെല്ലുന്ന കുട്ടികൾ അവിടെ ഏതൊക്കെ ഭീഷണികൾ നേരിടാനുണ്ട്, അതിനെ എങ്ങനെ മറികടക്കണം എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ആ ഉച്ചവരെയുള്ള ക്യാമ്പിലുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ മദ്രസയിൽ വെച്ച് നടക്കുന്ന തിരൂരങ്ങാടി മണ്ഡലത്തിൻ്റെ പരിപാടിയാണത്. സഹോദരിമാർ, ഉമ്മമാർ, അതുപോലെ തന്നെ പിതാക്കൾ, ഈ വീട്ടിലെ ഈ കൗമാരപ്രായത്തിലുള്ള അഥവാ കോളേജ് ക്യാമ്പസുകളിലേക്ക് അതുപോലെ തന്നെ 8, 9, 10 ക്ലാസ് പ്രായമുള്ള ഗേൾസിനെ ആ സമയത്ത് അയച്ചാൽ അവർക്കത് നന്നായി ഉപകാരപ്പെടും എന്നുണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അധ്വാനിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മതത്തിന് വേണ്ടി